തനിക്കേറ്റവും പ്രിയപ്പെട്ട തൻ്റെ ജന്മഭൂമിയായ മക്കയിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുന്ന പ്രവാചകൻ്റെ കഥ പറയുന്നുണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളിൽ. ദുഃഖത്തിൻ്റെ ഭാണ്ഡവും പേറി ഏകാന്തനായി തല താഴ്ത്തി ത്വായിഫ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പ്രതീക്ഷകൾ ശരവർഷം കണക്കെ ആ മുറിവേറ്റ ഹൃദയത്തിൽ വന്നു പതിച്ചു. ത്വായിഫിലെ മനുഷ്യരെങ്കിലും എനിക്ക് അഭയം നൽകും, അവരെങ്കിലും എന്നെ സ്നേഹിക്കും, ഈ മുഹമ്മദിൻ്റെ വിശാലതയെ അവരെങ്കിലും പരിഗണിക്കുമെന്ന് കരുതി പനിനീർ പൂക്കളെ കൊണ്ട് സ്വാഗതം ചെയ്യപ്പെടേണ്ട പ്രവാചകരെ അവർ വരവേറ്റത് പിഞ്ചു മക്കളുടെ കൈകളിൽ പോലും കൂർത്ത കല്ലുകൾ സമ്മാനിച്ചായിരുന്നു. വേണ്ടുവോളം അവർ പ്രവാചകരെ എറിഞ്ഞു മുറിപ്പെടുത്തി. ഏകാന്തനായി സങ്കടം സഹിക്കവയ്യാതെ ഇരിക്കുന്ന പ്രവാചകൻ്റെ അരികിലേക്ക് മലാഖ ജിബ്രീൽ വന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട നബിയെ, അകാരണമായി അങ്ങയെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച ഈ നശിച്ച വിഭാഗത്തെ ഈ 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് ഞാൻ നശിപ്പിച്ചു കൊള്ളട്ടെ എന്ന്. പ്രവാചകർ വാർന്നൊലിക്കുന്ന രക്തമുള്ള ആ ചുണ്ടുകൾ പതിയെ ചലിക്കാൻ തുടങ്ങി. ഒരിക്കലും അരുത് ജിബ്രീൽ, ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ നിന്ന് നല്ല മനുഷ്യർ മുളച്ചു വന്നേക്കാം. പ്രതികാരമെടുക്കാൻ അക്രമിക്ക് നേരെ കൃത്യമായ അവസരവും സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്കുണ്ടായിട്ടും വിശാലമായ മനസ്സോടുകൂടെ മൗനമുള്ളിലൊളിപ്പിച്ച് ഒരു നേർത്ത പുഞ്ചിരിയോടെ അവരെ വിട്ടുകളയോ, നല്ലവരായി ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ സുന്ദരമായ ഒരു പ്രതികാരം ഭൂമിയിൽ നിങ്ങൾക്ക് അവരോട് എടുക്കാനില്ല. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.